എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഗാസയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു അവസാനമില്ലേ? എത്രയെത്ര മനുഷ്യജീവനാണ് ഈ യുദ്ധത്തിൽ പൊലിഞ്ഞത്? നമുക്കറിയാം, കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ നരനായട്ടിനെ തുടർന്നാണ് ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുമുണ്ട്. നമുക്കൊന്ന് വിശദമായിട്ട് സംസാരിക്കാം ഇന്നത്തെ വിഷൻ ആൻഡ് മിഷനിലൂടെ. എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇപ്പോൾ ഇസ്രായേലിലും മിഡിൽ ഈസ്റ്റിലും സംഭവിക്കുന്നത്? കഴിഞ്ഞ ഒക്ടോബർ 7-ലെ തീവ്രവാദ ആക്രമണത്തിൽ ഇസ്രായേലിൽ നിന്നും ഹമാസ് കടത്തിക്കൊണ്ടുപോയ യൂറോപ്യൻ അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെയുള്ള ഇസ്രായേലികൾ ഇനിയും അവരുടെ മോചനം സാധ്യമായിട്ടില്ല. ഏകദേശം പകുതിയോളം ആളുകൾ ഇപ്പോഴും ഹമാസിന്റെ മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും തുരങ്കങ്ങളിൽ നരകയാതന അനുഭവിച്ച് കഴിയുകയാണ്. 2023 ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിലെ ഗ്രാമങ്ങളിലും സംഗീത പരിപാടി നടക്കുന്ന സ്ഥലത്തേക്കും നുഴഞ്ഞു കയറിയത് ഹമാസ് എന്ന പാലസ്തീനിയൻ തീവ്രവാദ സംഘടന മാത്രമായിരുന്നില്ല. പാലസ്തീനിലെയും അതിന്റെ ഭാഗമായ ഗാസയിലെയും 10ഓളം വരുന്ന ഭീകര സംഘടനകളായിരുന്നു ഈ മാസീവ് അറ്റാക്കിന് പിന്നിൽ. BBC റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 10 ഭീകര സംഘടനകൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസ് സംയോജിപ്പിച്ചു. അതിനുള്ള പരിശീലനം 2020 തന്നെ ഹമാസിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ നടന്നു. ഇസ്രായേലിന്റെ മൂക്കിൻ തുമ്പിലാണ് ഇത് നടന്നതെന്ന് നമ്മൾ ഓർക്കണം. ലോകത്തിലെ ഏത് മുക്കിലും മൂലയിലുമുള്ള കാര്യങ്ങൾ അറിയാൻ പ്രാപ്തിയുള്ള ഇന്റലിജൻസ് സംവിധാനമുള്ള ഇസ്രായേൽ തങ്ങൾക്കെതിരെയുള്ള ഈ പടപ്പുറപ്പാട് അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒക്ടോബർ 7-ലെ ആക്രമണത്തിനായി ഹമാസിനൊപ്പം സംയുക്ത പരിശീലനത്തിൽ പങ്കെടുത്തത് 10ഓളം ചെറു ഭീകര ഗ്രൂപ്പുകളായിരുന്നു. 2020 ഡിസംബർ 29-ന് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ, അതായത് കഴിഞ്ഞ മാസം ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ട ആ ഇസ്മായിൽ ഹനിയയാണ് സ്ട്രോങ് പില്ലർ എന്ന പേരിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ സംയുക്ത പരിശീലനത്തിന് ആദ്യഘട്ടം പ്രഖ്യാപിച്ചത്. ഈ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. ഒരുപാട് ഭീകര പ്രവർത്തനങ്ങൾ, ഇസ്രായേലിനെതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം വഹിച്ച ഒരു വ്യക്തിയാണ് ഇസ്മായിൽ ഹനിയ. അദ്ദേഹത്തെ കുറെ വർഷങ്ങളായിട്ട് ഇസ്രായേൽ നോട്ടമിട്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ഇറാനിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് അതിഥിയായി എത്തിയ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട വാർത്തയായിരുന്നു നമ്മൾ കേട്ടത്. അന്ന് ലോകം മുഴുവൻ ഞെട്ടി. എല്ലാവരും വിചാരിച്ചു അത് ഇസ്രായേൽ കൊന്നതാണെന്ന്. ഞാനും വിശ്വസിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ് അത് ചെയ്തതെന്ന്. പക്ഷെ ഇസ്രായേൽ ഇതുവരെ അത് ഏറ്റെടുത്തിട്ടില്ല. ആ ഒരു സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ ഒക്ടോബർ 7-ലെ ഈ ഒരു ഭീകര പ്രവർത്തനം അതിന്റെ ചുക്കാൻ പിടിച്ചത് ഇസ്മായിൽ ഹനിയ ആണെന്ന് ഇസ്രായേലിന് പൂർണ്ണ ബോധ്യമുണ്ട്. ഇപ്പോൾ BBC-യുടെ റിപ്പോർട്ടിൽ വരുന്നതനുസരിച്ച് പറയുമ്പോൾ ഇസ്മായിൽ ഹനിയയാണ് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള 10ഓളം വരുന്ന ഭീകര ഗ്രൂപ്പുകളുടെ ഒരു സംയോജനം, അവർ സംയുക്തമായി ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തിയത് ഇസ്മായിൽ ഹനിയയുടെ നേതൃത്വത്തിലായിരുന്നു. അപ്പോൾ ഇസ്മായിൽ ഹനിയ സ്ട്രോങ് പില്ലർ എന്ന പേരിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ സംയുക്ത പരിശീലനത്തിന്റെ ആദ്യ ഘട്ടം പ്രഖ്യാപിച്ചു. ഗാസയിലെ ചെറു ഭീകര ഗ്രൂപ്പുകളുടെ ഒരു ഏകോപനം 2018 മുതൽ ആരംഭിച്ചിരുന്നു. പക്ഷെ സംയുക്തമായുള്ള പരിശീലനം 2020-ലാണ് ആരംഭിച്ചത്. ഗാസയിലെ സായുധ സംഘങ്ങളിൽ ഏറ്റവും ശക്തർ ഹമാസ് ആണ്. അപ്പോൾ ഒക്ടോബർ 7-ന് വേണ്ടിയുള്ള സംയുക്ത ഭീകര പരിശീലനത്തിന്റെ ആദ്യഘട്ടം നടന്നത് 2020-ലാണ്. ആക്രമണം നടന്ന 2023 ഒക്ടോബർ 7-ന് മുമ്പ് 3 വർഷങ്ങളിൽ നടന്നത് 4 സംയുക്ത പരിശീലനങ്ങളാണ്. ഹമാസിനൊപ്പം പങ്കെടുത്ത ഹമാസ് കഴിഞ്ഞാൽ ഗാസയിലെ പാലസ്തീനിലെ വലിയ ഭീകര ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന PIJ എന്ന പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദാണ്. ഇതൊരു നിരോധിത സംഘടനയാണ്. യൂറോപ്പിലൊക്കെ ഈ സംഘടനയ്ക്ക് നിരോധനമുണ്ട്. ഇതുകൂടാതെ മുജാഹിദീൻ ബ്രിഗേഡുകൾ, അൽ നാസർ, സല അൽ ദീൻ ബ്രിഗേഡുകൾ, ഈ സംഘടനകളുടെ കൂടെ തന്നെ ഇതിന്റെ ചെറു വിഭാഗങ്ങൾ കുറേയുണ്ട്. അങ്ങനെയാണ് 10 സംഘടനകളുടെ എണ്ണത്തെക്കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 3 ഗ്രൂപ്പുകളാണ് ഇസ്രായേലിൽ നിന്നും ഒക്ടോബർ 7-ലെ ആക്രമണത്തില് ആളുകളെ ഇസ്രായേലിൽ നിന്നും ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്, അതിർത്തി കടന്ന് കൊണ്ടുപോയത്. നമുക്കറിയാം, തെക്കൻ ഇസ്രായേലിലെ കിബൂട്സ് ബേറി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ ഒരുപാട് ആളുകൾ, എനിക്കറിയാവുന്ന മലയാളീസ് ഒക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു കിബൂട്സ് ആയിരുന്നു, ഒരു ഗ്രാമമായിരുന്നു
തെക്കൻ ഇസ്രായേലിൽ, അത് ഗാസയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു കിബൂട്സ് ബേറി. അവിടെയൊക്കെ ഇതിന്റെ ആക്രമണം ഉണ്ടായി. വലിയ ക്രൂരതയായിരുന്നു അന്ന് അവിടെയുള്ളവരുടെ നേരെ ഈ ഹമാസ് തീവ്രവാദികൾ നടത്തിയത്. അതോടൊപ്പം തന്നെ തെക്കൻ ഇസ്രായേലിൽ തന്നെ നോവ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഗീത പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ആയിരക്കണക്കിന് തീവ്രവാദികളാണ് പാരച്യൂട്ടിൽ വന്നിറങ്ങി നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കിയത്. അതോടൊപ്പം തന്നെ ഒരുപാട് പേരെ അവിടുന്ന് കടത്തിക്കൊണ്ട് ഇസ്രായേലിൽ നിന്നും ഗാസയുടെ ഭീകര സങ്കേതങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയും നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും കാണുവാനിടയായി. ഇത് തന്നെയാണ് ഇപ്പോൾ BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഹമാസിനൊപ്പം മറ്റു ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. മുജാഹിദീൻ ബ്രിഗേഡുകൾ, അൽ നാസർ, സല, അൽ ദീൻ ബ്രിഗേഡുകൾ, ഇവരാണ് ഹമാസിനൊപ്പം ഇസ്രായേലിൽ നിന്നും ആളുകളെ ഗാസയിലേക്ക് കടത്തിക്കൊണ്ടുപോയത്. ഇസ്രായേലിൽ വലിയൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത്. 6 ഇസ്രായേലി പൗരന്മാരെ, ബന്ദികളെ ഹമാസ് അവരുടെ തുരങ്കത്തിൽ വെച്ച് വധിച്ചു. അത് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയെന്ന വലിയൊരു വാർത്ത നമ്മൾ കാണുകയുണ്ടായി. ഹമാസ് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, ഇസ്രായേൽ സൈന്യം ഇരച്ചെത്തുകയാണെങ്കിൽ ഇസ്രായേൽ ബന്ദികളെ, അവരുടെ കസ്റ്റഡിയിലുള്ള ബന്ദികളെ കൊന്നുകളയാനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നൊരു ഞെട്ടിക്കുന്ന വാർത്തയെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുകയുണ്ടായി. ഇസ്രായേൽ പൗരന്മാരെ കൂടാതെ വിദേശികളും ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഈ തട്ടിക്കൊണ്ടുപോയവരിൽ പെടും. ഇതിൽ 10 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ 90 വയസ്സുള്ള ആളുകൾ വരെ ഉണ്ടായിരുന്നു. 118 ബന്ദികളാണ് ഇതുവരെ ഹമാസ് തീവ്രവാദികളുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടത്. ഇതിൽ ചിലർ ഇസ്രായേൽ ഹമാസ് തമ്മിലുള്ള ചില കരാറിന്റെ അടിസ്ഥാനത്തിൽ മോചിപ്പിക്കപ്പെട്ടവരാണ്. മറ്റു ചില ബന്ദികൾ മോചിപ്പിക്കപ്പെട്ടത് സൈന്യത്തിന്റെ രഹസ്യ ഓപ്പറേഷനിലൂടെയാണ്. 35ഓളം ബന്ദികൾ ഗാസയിൽ തീവ്രവാദികളുടെ ഇടയിൽ വെച്ച് കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളുമുണ്ട്. 100ഓളം ബന്ദികൾ ഇപ്പോഴും ഗാസയിലെ ഹമാസിന്റെയും മറ്റ് തീവ്രവാദ സംഘങ്ങളുടെയും കസ്റ്റഡിയിലാണ്. ഇവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാൻ ഇസ്രായേൽ സർക്കാർ ശ്രമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ വൻ പ്രക്ഷോഭ പരിപാടികളാണ് നടക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ബന്ദികളുടെ കുടുംബാംഗങ്ങളും നിരവധി മനുഷ്യാവകാശ സംഘടനകളും ചേർന്നാണ്. ഗവൺമെന്റിനെതിരെയുള്ള ഈ പ്രക്ഷോഭത്തിലേക്ക് ഇപ്പോൾ ഒരുപാട് ആളുകൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒക്ടോബർ 7 ആക്രമണത്തിൽ ഹമാസിനൊപ്പം ഗാസയിലെ മറ്റു പല തീവ്രവാദ സംഘടനകളും പങ്കെടുത്തുവെന്ന്. അപ്പോൾ തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ കൂടുതലും ഹമാസിന്റെ രഹസ്യ കേന്ദ്രങ്ങളിലായിരുന്നു. മോചനം നടന്നുവെന്ന് കരുതുന്നത് ഹമാസ് പിടിയിലുള്ളവരുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരെ തടങ്കലിൽ വെച്ചിരിക്കുന്ന മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളായി ഇസ്രായേൽ ഗവൺമെന്റിന് നേരിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഉള്ളതാകെ ഹമാസ് ആയിട്ട് മാത്രമാണ്. ഇസ്രായേൽ ഗവൺമെന്റ് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട നിരവധി സമാധാന ചർച്ചകൾ നടത്തുന്നുവെങ്കിലും ഉപാധികളോടെയുള്ള ഭാഗികമായ ഒരു മോചനമാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ശ്രദ്ധിക്കണം, 100ഓളം പേര് ഇപ്പോഴും ഈ തീവ്രവാദ കേന്ദ്രത്തില്, ഹമാസിന്റെ രഹസ്യ കേന്ദ്രത്തില്, ഹമാസ് എന്ന് മാത്രം പറയാൻ പറ്റില്ല, മറ്റ് തീവ്രവാദ സംഘങ്ങളുമുണ്ട്. അപ്പോൾ അവരിൽ എത്ര പേര് ഇപ്പോൾ ജീവനോടെ ഉണ്ടെന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല. മറ്റ് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കസ്റ്റഡിയിലുള്ള ബന്ദികൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ഹമാസിന് പോലും ചിലപ്പോൾ അറിയാൻ സാധിച്ചു എന്ന് വരില്ല. ഇതിനിടയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തന്നെ വെടിവെപ്പിൽ ഏതാനും ബന്ദികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേലിൽ വലിയ ചലനമുണ്ടാക്കിയിരുന്നു. വലിയ പ്രതിഷേധത്തിന് അത് കാരണവുമായി. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോൾ ഹമാസ് ബന്ദികളെ വെച്ച് അവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി ഇസ്രായേലിനെതിരെ, ഇസ്രായേൽ ഗവൺമെന്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിച്ചതെന്നും, അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിന്റെ ഒരു കോട്ടമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ സംഭവിച്ചത് അത് പ്രതിഷേധാർഹമാണെന്നൊക്കെ പറഞ്ഞ് ബന്ദികളെ കൊണ്ട് വീഡിയോ ദൃശ്യങ്ങൾ ചെയ്യിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് ഹമാസ്. ഇസ്രായേലും ഹമാസും ഗാസയിൽ ഈ ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ലെബനോന്റെയും സിറിയയുടെയും ഇറാന്റെയും ഭാഗത്തു നിന്നൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവിടെ നിന്നും ഇസ്രായേലിന് നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഹിസ്ബുള്ളയാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം. ഗാസയെ പോലെ തന്നെ തെക്കൻ ലെബനോന്റെ ചില ഗ്രാമങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്തായാലും ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇസ്രായേലിലുള്ളതും മനുഷ്യരാണ്, ഗാസയിലുള്ളതും പാലസ്തീനിലുള്ളതും ലെബനോനിലും ഇറാനിലും സിറിയയിലും ഒക്കെ ഉള്ളത് സാധാരണപ്പെട്ട മനുഷ്യരാണ്. അവരാണ് കൊല്ലപ്പെടുന്നത്.
പൊളിറ്റിക്സ് ഉള്ള അല്ലെങ്കിൽ സൈന്യം അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അവരൊക്കെ ഇതിന്റെ വക്താക്കളായി മാറുമ്പോഴും ഇരകളായിട്ട് വരുന്നത് സാധാരണപ്പെട്ടവരാണ്. അപ്പോൾ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. തീവ്രവാദം ലോകത്തിന് തന്നെ ആപത്താണ്. അത് എത്രയും വേഗം ലോകത്ത് നിന്ന് ഇല്ലാതാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം.